സാധനം കൊണ്ട് വിറ്റിട്ട് കയ്യിൽ പൈസ ഇങ്ങോട്ട് പാടി. മര്യാദയ്ക്ക് സത്യം പറ, എവിടെ പൈസ? ഇല്ലെങ്കിൽ നിന്റെ മുട്ടുകാലി ഞാൻ തല്ലി ഓടിക്കും. ആകെ കിട്ടിയ 100 രൂപയാ, അതമ്മയ്ക്ക് മരുന്ന് വാങ്ങാൻ കൊടുത്തു. കള്ളം പറഞ്ഞ് ഈ സുധാരണ നീ പറ്റിക്കാൻ നോക്കണടി. ചവിട്ടി കൂട്ടിക്കളെ തള്ളേ മോളെ. നീ വീട്ടിലോട്ട് വാ, ഞാൻ കാണിച്ചു തരാം. എന്താ എന്തിനാണ് നിന്നെ ഉപദ്രവിച്ചേ? എല്ലാ ദിവസവും കടല വിറ്റ് കിട്ടുന്ന കാശ് അയാൾക്ക് കൊടുക്കണം. ഇന്നത് കൊടുക്കാൻ പറ്റിയില്ല. അമ്മയ്ക്ക് തീരെ സുഖമില്ല. അതിന് മരുന്ന് വാങ്ങാൻ വേണ്ടി ഞാൻ ഈ വെയിൽ കൊണ്ട് കടല വെക്കുന്നത്. ആ പോയത് നിന്റെ അച്ഛൻ തന്നെയാണോ? അയാൾ എന്റെ അച്ഛനൊന്നല്ല. നീ വാ, അങ്കിൾ നിന്നെ വീട്ടിൽ കൊണ്ടാക്കാം. വീട്ടിൽ ചെന്ന കാശ് കൊടുക്കാത്തതിന് അയാൾ എന്നെ തല്ലും. എന്നാ പിന്നെ നീ എന്റെ കൂടെ പോര്. അപ്പു, താനിവിടെ എങ്ങോട്ട് കൊണ്ടുപോവാ? തൽക്കാലം വീട്ടിലേക്ക് കൊണ്ടുവന്ന് വിചാരിക്കുക. അത് വേണോ അപ്പു? സാരമില്ല സൂര്യചേട്ടാ, ഇത് ഞാൻ മാനേജ് ചെയ്തോളാം. എന്നാ സൂര്യചേട്ടൻ പോയിക്കോ. ശരി, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കണം കേട്ടോ. ഉറപ്പായിട്ടും വിളിക്കാം. എന്താ എൻ്റെ കൂടെ വരാൻ പേടിയുണ്ടോ? എങ്കി ധൈര്യമായിട്ട് കൂടെ പോരാ, ഞാനല്ലേ വിളിക്കുന്നത്. ബാ. എന്തുപറ്റി? ഈ ഗൗരവം തനിക്ക് പതിവില്ലാത്തതാണല്ലോ. അങ്ങനെ പതിവില്ലാത്തത് പലതും ഇനി ശീലമാക്കാന്ന് വിചാരിച്ചു. പിന്നെ സീരിയസ് ആയിരിക്കാന്നുള്ളത് ആരുടെയും കുത്തകയൊന്നുമല്ലല്ലോ. അത് ശരിയാ, ലൈഫിനെ എപ്പോഴും ഗൗരവത്തോടെ തന്നെ സമീപിക്കുന്നതാണ് നല്ലത്. പക്ഷേ ആവശ്യത്തിൽ കൂടുതൽ സീരിയസ്നെസ് വല്ലാതെ ബോറാക്കുകയും ചെയ്യും, പ്രത്യേകിച്ച് തന്നെ പോലുള്ളവരുടെ കാര്യത്തിൽ. എന്റെ കാര്യം എങ്ങനെയായാലും എന്താ, അതൊന്നും ഡോക്ടർ ജോബിന്റെ കൺസേൺ അല്ലല്ലോ. അതുകൊണ്ട് എന്നെ എന്റെ വഴിക്ക് വിട്ടേക്ക്. ഡോക്ടർക്ക് മറ്റെന്തെങ്കിലും പറയാനുണ്ടോ? പറയാൻ അങ്ങനെ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. പക്ഷേ തൻ്റെ ഈ വാശിയും മസിലുപിടുത്തം എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതിന് പ്രത്യേകിച്ച് ദുരുദ്ദേശമൊന്നുമില്ല. നമ്മളിൽ നിന്ന് അകന്ന് കഴിയാൻ ആഗ്രഹിക്കുന്ന ഒരാളെ ഒരിക്കലും അങ്ങോട്ട് ചെന്ന് ശല്യം ചെയ്യാതിരിക്കുന്നതാണല്ലോ മര്യാദ. ഞാൻ ആ മര്യാദ പാലിക്കാൻ ശ്രമിക്കുന്നു. ദാറ്റ്സ് ഓൾ. ഇനി ഞാൻ കാരണം ഡോക്ടറിന്റെ ഫാമിലി ലൈഫ് തകർന്നൊരു ചീത്ത പേര് കേൾക്കണ്ടല്ലോ. ഡോക്ടറിനും അങ്ങനെ ഒരു പേടി വേണ്ട. അലീന, താൻ കാരണം എന്റെ കുടുംബജീവിതം തകർന്നെന്നോ ഇനി തകരുമെന്നുള്ള പേടി ഇതുവരെ എനിക്കില്ല. എന്നുവെച്ചാ ഇനി അങ്ങോട്ട് ഉണ്ടായി കുടന്നില്ല അല്ലേ? സോറി, അങ്ങനെ ഒരു അർത്ഥം ഞാൻ പറഞ്ഞു തരില്ല. ഒരിക്കൽ നമ്മൾ പരസ്പരം ഇഷ്ടപ്പെടുകയും ഒരുമിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്തവരാ. അത് ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ തൻ്റെ ഭാഗത്ത് നിന്ന് ഇനി ഒരിക്കലും ഒരു കംബാക്ക് ഉണ്ടാവില്ലെന്ന് താൻ ഉറപ്പ് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് മറ്റൊരു ജീവിതത്തെക്കുറിച്ച് ഞാൻ ചിന്തിച്ചു തുടങ്ങിയത്. അപ്പോഴാ വളരെ ആകസ്മികമായി മാളു എൻ്റെ ജീവിതത്തിലേക്ക് വന്നതും. ഒരു കുടുംബജീവിതം നയിക്കുമ്പോൾ അതിനോട് പരമാവധി നീതി പുലർത്തുക എന്ന പക്ഷക്കാരനാണ് ഞാൻ. അതൊന്നും പാടില്ലെന്ന് ഞാൻ എപ്പോഴെങ്കിലും ഡോക്ടറോട് പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. ഇല്ല, താനൊരിക്കലും അങ്ങനെ പറഞ്ഞിട്ടില്ല. പക്ഷെ അലീന, നമ്മളൊക്കെ മനുഷ്യരല്ലേ. തെറ്റാരുടെ ഭാഗത്ത് നിന്ന് എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം. പ്രത്യേകിച്ച് നമ്മുടെ കാര്യത്തിൽ ഇങ്ങനൊരു ഹിസ്റ്ററി കൂടിയുള്ള സ്ഥിതിക്ക്. അതുകൊണ്ട് നമ്മൾ കുറച്ചുകൂടി ഒന്ന് കോൺഷ്യസ് ആവണമെന്ന് മാത്രമേ ഞാൻ പറഞ്ഞതിന് അർത്ഥമുള്ളൂ. അതിൻ്റെ പേരിൽ താൻ എന്നെ കാണുമ്പോൾ മുഖം തരാതെ നടക്കുകയും അപരിചിതരെ പോലെ അവോയ്ഡ് ചെയ്ത് പോകുന്നതൊക്കെ എന്നെ വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ട്. എന്നെ അങ്ങനെയൊക്കെ ചെയ്യാൻ പ്രേരിപ്പിച്ചത് ജോബിൻ തന്നെയല്ലേ? ഉള്ളിലൊന്നും മുഖത്ത് മറ്റൊന്നുമായി എനിക്ക് അഭിനയിച്ച് കാണിക്കാൻ അറിയില്ല. എനിക്കത് ഇഷ്ടമല്ല. എന്റെ പ്രസൻസ് ഒരു ബാധ്യതയോ ഭാരമോ ആയി തോന്നുന്നവരുടെ മുന്നില് എനിക്കെങ്ങനെ ചിരിച്ചു കളിച്ച് ഇടപെടാൻ പറ്റും? അതിന് താനിവിടെ ആർക്കും ബാധ്യതയും ഭാരമൊന്നും അല്ല. നമുക്ക് നല്ല ഫ്രണ്ട്സായി തുടരാമല്ലോ. ശരി, ഇപ്പൊ ഞാനെന്താ വേണ്ടേ? ഡോക്ടർ ജോബിനെ കാണുമ്പോ ചിരിക്കണം, കുശലം പറയണം, പിരിയണം. ആഫ്റ്റർ ഓൾ ഒരു ഹായ് ഹലോ ഫ്രണ്ട്ഷിപ്പ്, അതാണോ താങ്കൾ ഉദ്ദേശിക്കുന്നത്? വെറും ഒരു ഹായ് ഹലോ ഫ്രണ്ട്ഷിപ്പ് അല്ലല്ലോ നമ്മൾ തമ്മിലുള്ളത്. ഇവിടെ ഹോസ്പിറ്റലൊക്കെ നമ്മൾ നല്ല ഫ്രണ്ട്സ് ആയിരുന്നു. ഇനിയും അങ്ങനെ തന്നെ മുന്നോട്ട് പോകണമെന്നാണ് എൻ്റെ ആഗ്രഹം. സത്യ, താൻ എന്നോടിങ്ങനെ മുഖം വീർപ്പിച്ച് നടക്കുന്നത് കാണുമ്പോൾ എനിക്കാകെ ഒരു വിഷമം. മാളുകൂടി ഇല്ലാത്തതുകൊണ്ട് ആകെ ഒരു ഒറ്റപ്പെടൽ. പിന്നെ ഞാനും തന്നോട് പറഞ്ഞത് അല്പം കടുത്ത ഭാഷയിലായി പോയോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു.
കൂടെയില്ലേ? എവിടെ പോയി? മാളും അവളുടെ അമ്മയും കൂടി അശ്വതി ആന്റിയുടെ ഒരു ഫ്രണ്ടിന്റെ മകളുടെ കല്യാണത്തിന് പങ്കെടുക്കാൻ വേണ്ടി ബാംഗ്ലൂർ പോയിരിക്കുക. എന്നാ തിരിച്ചു വരുന്നേ? ഈ വീക്കെൻഡിൽ അവർ മടങ്ങി വരും. വേറെ 1-2 സ്ഥലത്ത് കൂടി വിസിറ്റ് ഉണ്ട് അവർക്ക്. അത് പറ. അപ്പൊ കുറച്ചു ദിവസം മോൻ ബാച്ചിലർ ആണല്ലേ? വെറുതെ അല്ല ഡോക്ടർ കോംപ്രമൈസിന് വന്നത്. മോനെ ജോബിന് ഇപ്പൊ നിന്റെ മനസ്സിലിരിപ്പ് എനിക്ക് മനസ്സിലായി. എന്ത് മനസ്സിലായെന്ന്? ഇതാ നിന്റെ കുഴപ്പം. ഞാൻ പറയുന്ന അർത്ഥത്തിലല്ല നീ ഓരോന്ന് എടുക്കുന്നത്. ഹേയ്, ഞാൻ വെറുതെ നിന്നെ ഇളക്കാൻ പറഞ്ഞതല്ലേ. സത്യത്തില് നിന്നോട് മിണ്ടാതെയും മൈൻഡ് ചെയ്യാതെയൊക്കെ ഇരുന്നിട്ട് എനിക്കൊരു സുഖമില്ലായിരുന്നു. ഞാനായിട്ട് അങ്ങോട്ട് ഇടിച്ചു കയറി വന്ന് സംസാരിച്ചാലോ എന്ന് പോലും ആലോചിച്ചിരുന്നപ്പോഴാ നീ ഇങ്ങോട്ട് വന്നത്. താങ്ക് ഗോഡ്. അപ്പോ എന്നോട് തനിക്ക് പിണക്കവും പരിഭവമൊന്നുമില്ലല്ലോ? ഇല്ലെന്ന് പറയണമെങ്കിൽ എന്റെ ഒരു ആഗ്രഹം നീ സാധിച്ചു തരണം. എന്താ പറ്റുവോ? ആഗ്രഹം എന്താണെന്ന് ആദ്യം പറ. അത് പറ്റില്ല. നീ സമ്മതിച്ചാ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ശരി, അഗ്രീഡ്. കാര്യം പറ. ഓക്കെ, നമ്മൾ തമ്മിലുള്ള പിണക്കം മാറിയതിന്റെ സന്തോഷത്തിന് നമ്മൾ ഇന്നൊരു മൂവിക്ക് പോകുന്നു. ശേഷം എവിടെന്നെങ്കിലും ഫുഡ് അടിച്ച് നീ എന്നെ ഹോസ്റ്റലിൽ ഡ്രോപ്പ് ചെയ്യുന്നു. എന്തു പറയുന്നു? അയ്യോ അലീന, അത് പറ്റില്ല. വീട്ടിലെ മമ്മിയും ത്രേസ്യാമ്മയും തനിച്ചേ ഉള്ളൂ. അവര് തനിച്ചല്ലോ, ഒരാൾക്ക് കൂട്ടില്ലേ. പിന്നെന്താ പ്രോബ്ലം? നീ ചുമ്മാ ഓടൊക്കെ പറയാൻ നിൽക്കാതെ സമ്മതിക്കുന്നേ. അത് വേണോ അലീന? വേണം. നിനക്ക് എന്റെ അടുത്ത് പിണക്കോ ദേഷ്യമോ ഒന്നും ഇല്ലെന്ന് ഞാൻ വിശ്വസിക്കണമെങ്കിൽ എന്റെ ആഗ്രഹം നീ സാധിച്ചു തന്നേ പറ്റൂ. എന്തോന്നാടാ ഇത്ര ആലോചിക്കാൻ? കാത്തിരിക്കാൻ അവിടെ ഭാര്യയൊന്നുമില്ലല്ലോ. മാളോ ഇത് അറിയാനും പോകുന്നില്ല. നീ എന്തെങ്കിലും ഒരു തീരുമാനം പറ. എനിക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യാനുള്ളതാ. ശരി, പോവാം. താങ്ക് യു ഡിയർ. താൻ കേറ്. ദാ. ബാ. ബാ. വാ. മടിക്കണ്ട. വാ ഭാമക്കുട്ടി, വാ. 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 നീ എവിടെ പോയതാ പോ? ഇതാരാ? വാ. വാ. ഇതാണ് ഞങ്ങളുടെ ഭാമക്കുട്ടി. ഞങ്ങളുടെ ബാമക്കുട്ടിയോ? ഏതാ പോയി കുട്ടി? പറയാം, BP ധൃതി വെക്കാതെ. ഭാമക്കുട്ടി, ഇതാരാന്ന് മനസ്സിലായോ? ഇതാണ് ചേട്ടന്റെ അച്ഛൻ, BP, സാക്ഷാൽ വിജയ് പണിക്കർ. ഇങ്ങനെ തുറച്ചു നോക്കാതെ ഇവളോട് എന്തെങ്കിലും ഒന്ന് ചോദിക്കും BP. വിപി, ആ നീ വന്നോ? ഇതാരാ അപ്പു? അമ്മ, ഇത് എന്റെ പുതിയ ഫ്രണ്ടാ. പേര് ഭാമ. സത്യഭാമ എന്ന മുഴുവൻ പേര്. ഈ ചെറുപ്രായത്തിൽ ഇവൾക്കൊരു ജോലിയുണ്ട് കേട്ടോ. എന്താന്നല്ലേ? നിലക്കടല കച്ചവടം. അപ്പു, ഈ കുട്ടി എവിടെയുള്ളതാ? ഈ കുട്ടിക്ക് ആരുമില്ലേ? അതൊക്കെ ഒരു വലിയ കഥയമ്മേ, ഞാൻ പറയാം. ഇത് ഞാൻ ഇവക്കായിട്ട് വാങ്ങിയത്. അമ്മ ഇവളെ ആദ്യം ഒന്ന് കുളിപ്പിച്ചേ, എന്നിട്ട് ഈ ഡ്രസ്സൊക്കെ ഇടിച്ച് ഒന്ന് സുന്ദരിയാക്കി എടുക്ക വേഗം. അപ്പു, നീ എന്തുദ്ദേശിച്ച ഇങ്ങനെയൊക്കെ? പറയാന്ന് പറഞ്ഞില്ലേ അമ്മേ? ആദ്യം ഞാൻ പറഞ്ഞത് ചെയ്യും. അതെ, ഞങ്ങക്ക് കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടോ? ബാ. മോളിതേ ഈ ആന്റിയുടെ കൂടെ ചെല്ല. എന്നിട്ട് കുളിച്ച് നല്ല സുന്ദരി കുട്ടിയായിട്ട് ചേട്ടൻ മഞ്ചനെ പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് വന്നേ. ഞങ്ങൾക്കൊന്ന് കാണട്ടെ.
ചെല്ലമ്മേ. വാ മോളെ. അപ്പോ എന്താ ഇതൊക്കെ? എന്തിനാ നീ ഈ കുട്ടിയെ ഇങ്ങോട്ട് കൊണ്ടുവന്ന്? കാര്യമുണ്ട് വീപ്പി, പറയാം. ആദ്യം അവളൊന്ന് റെഡി ആയിക്കോട്ടെ. ഞാനേ കിച്ചണിലോട്ടൊന്ന് ചെല്ലട്ടെ. മോളുടെ വീട് എവിടെയാ? SR കോളനിയില്. എന്താ മോളുടെ പേരെന്ന് പറഞ്ഞത്? സത്യഭാമ. സത്യഭാമയ്ക്ക് അപ്പുവിനെ എങ്ങനെയാ പരിചയം? അപ്പു മോളുടെ വീട്ടിൽ വന്നിട്ടുണ്ടോ? പിന്നെ എങ്ങനെയാ പരിചയം? അത് ചേട്ടനെ പാർക്കിൽ വെച്ച് കണ്ടിട്ടുണ്ട്. എന്റെ കയ്യിൽ നിന്ന് കടല വാങ്ങിയിട്ടുണ്ട്. ഭാമയുടെ വീട്ടില് ആരൊക്കെയുണ്ട്? വീട്ടില് അമ്മ, പിന്നെ അയാള്. അയാളോ? അതാരാ? അച്ചടാ, ഭാമക്കുട്ടി പൊളിച്ചല്ലോ. നല്ല സുന്ദരി കുട്ടിയായല്ലോ അല്ലേ അമ്മേ? അമ്മേ, ഞാൻ കിച്ചണിൽ കയറി നോക്കി. ഇവ കൊടുക്കാൻ ഞാനൊന്നും കണ്ടില്ല. അമ്മ എന്തെങ്കിലും ഉണ്ടാക്കോ? എന്താ ഭാമക്കുട്ടിക്ക് കഴിക്കാൻ വേണ്ടേ? എനിക്കൊന്നും വേണ്ട ചേട്ടാ. ഏയ്, അങ്ങനെയൊന്നും പറഞ്ഞു പറ്റില്ല. നീ എന്തേലും വയറ് നിറച്ച് കഴിച്ചിട്ട് പോയാൽ മതി. അമ്മേ, ഇവക്ക് കുറച്ച് നൂഡിൽസോ ബ്രെഡോ പാലോ അങ്ങനെ എന്തേലും എടുക്കോ? പോകുമ്പോ ഇവളുടെ അമ്മയ്ക്ക് കൂടി കുറച്ച് കൊടുത്തു വിടണം. അപ്പു, നീ എന്താ മനസ്സിൽ കണ്ടേക്കുന്നേ? ഈ കുട്ടി എന്തിനാ എവിടേക്ക് കൂട്ടിക്കൊണ്ടുവന്നേ? അതൊക്കെ ഞാൻ പറയാമേ. ആദ്യം ഇവളെന്തേലും കഴിക്കട്ടെ. അമ്മ പോയി ഫുഡ് റെഡിയാക്ക. ഞങ്ങള് ഇപ്പൊ വരാം. ഭാമക്കുട്ടി എന്തിനാ ഇങ്ങനെ പേടിച്ചു നിൽക്കുന്നേ? ആന്റി എന്തേലും ചോദിച്ചോ? എന്താ ചോദിച്ചേ? എവിടെയാ വീടെന്നും പേരെന്താന്നൊക്കെ ചോദിച്ചു. ആന്റി ഇഷ്ടായോ മോക്ക്? അവിടെ കണ്ട അങ്കിളിനെ? നീ ആ അങ്കിളിന്റെ ആന്റിയുടെയും കൂടെ ഇവിടെ നിൽക്കുന്നോ? ഞാനും ഉണ്ടാവും ഇവിടെ. അത് എന്തു പറയുന്നു? വേണ്ട ചേട്ടാ, എന്റെ അമ്മ തനിച്ചാവില്ലേ വീട്ടില്. ഞാനില്ലെങ്കി അമ്മയാള് കൊല്ലും. ഇല്ല മോളെ, ഇനി നിന്നെയും നിന്റെ അമ്മയൊന്നും അയാൾ ഉപദ്രവിക്കാതിരിക്കാനുള്ള വഴി ഞാൻ ചെയ്തുതരാം കേട്ടോ. വേണ്ട ചേട്ടാ, അയാളുടെ വഴക്കിനൊന്നും പോകണ്ട. അയാള് ചേട്ടനെ ഉപദ്രവിക്കും. അത്രയ്ക്ക് ദുഷ്ടനാ. ആ, അയാളുടെ ശല്യം നമുക്ക് ഒഴിവാക്കാന്നേ. നീ വിഷമിക്കാതെ, നമുക്ക് വഴിയുണ്ടാക്കാം. എങ്ങനെയുണ്ട് ഈ ഡ്രസ്സൊക്കെ? നിനക്ക് ഇഷ്ടായോ? ചേട്ടാ, എന്തിനാ ഇതൊക്കെ എനിക്ക് വാങ്ങിച്ചു തന്നത്? നിന്നെ എനിക്ക് ഇഷ്ടായതുകൊണ്ട്. ചേട്ടൻ എന്തിനാ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? അതോ, അതൊക്കെ ഉണ്ട്. അത് പറയുന്നതിന് മുമ്പ് നമുക്ക് എന്തെങ്കിലും കഴിച്ചാലോ? ബാ, നമുക്ക് കഴിക്കാം. ചേട്ടാ, അമ്മ വീട്ടിൽ തനിച്ചാ. എനിക്ക് അമ്മയെടുത്ത് പോണം. അതിനെന്താ, പോവാല്ലോ. ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് നിന്നെ ഞാൻ തന്നെ കൊണ്ടുവിടാം കേട്ടോ. അതോർത്ത് നീ പേടിക്കണ്ട. പിന്നെ നാളെ മുതല് നീ കടലക്കച്ചവടത്തിനൊന്നും പോണ്ട. അയാൾ വന്ന് വിളിച്ചാ നിനക്ക് പറ്റില്ലെന്ന് തീർത്തങ്ങ് പറഞ്ഞേക്കണം. അങ്ങനെ പറഞ്ഞ അയാൾ എന്നെ കൊല്ലും. ആരും നിന്നെ ഒന്നും ചെയ്യില്ല. ആദ്യം നീ അയാളോട് പറ്റില്ല എന്ന് പറയാനുള്ള ധൈര്യം കാണിക്കണം. അങ്ങനെ ഒരു ധൈര്യമൊക്കെ കിട്ടണമെങ്കിൽ ഇതുപോലെ വാടി തൂങ്ങി നിന്നാ പോരാ. നല്ല എനർജി വേണം. അതിന് നല്ലപോലെ ആഹാരം കഴിക്കണം. ബാ. ദാ, ഇവിടെ ഇരിക്കും. ദേ, ഇത് മൊത്തം കഴിക്കണം കേട്ടോ. മോള് പോകുമ്പോ അമ്മയ്ക്ക് കഴിക്കാനുള്ളതും തന്നുവിടാം കേട്ടോ. ഈ പാലും കുടിക്കണേ. കഴിക്കാം. മുഴുവൻ കഴിക്കണം കേട്ടോ. അമ്മേ, ഭാമയെ കൊണ്ടത് മുഴുവൻ കഴിപ്പിക്കണം.
ബി പി ഒന്ന് വന്നേ. വരൂന്നേ. കഴിക്കും മോളെ. എങ്ങനെയുണ്ട് വി പി? ഭാമക്കുട്ടി വി പിക്ക് ഇഷ്ടായോ? നീ എന്തിനാ ആ കുട്ടി എങ്ങോട്ട് കൊണ്ടുവന്നെന്ന് പറഞ്ഞില്ല? അത് ഞാൻ പറയാം. അതിനു മുമ്പ് ബി പിക്ക് ഭാമ ഇഷ്ടായോ ഇല്ലയെന്ന് പറ. അതിനിവിടെ പ്രസക്തി ഇല്ലല്ലോ. പ്രസക്തിയൊക്കെ ഉണ്ട്. ഞാനൊരു കാര്യം ചോദിച്ചാ ബി പി സത്യസന്ധമായിട്ട് മറുപടി പറയോ? ഇതുപോലൊരു കുട്ടിയല്ലേ ബി പി ദത്തെടുക്കണമെന്ന് ആഗ്രഹിച്ചത്? ഭാമ ഒരു പാവം കുട്ടിയാ ബി പി. എനിക്ക് അവളെ കുറച്ച് ദിവസമായിട്ട് അറിയാം. പാർക്കിലും ബീച്ചിലും ഒക്കെ ജീവിക്കാനുള്ള വകയ്ക്ക് വേണ്ടി നിലക്കടല വിറ്റ് നടക്കുക അവള്. അവളെയും കൂട്ടി ഇങ്ങോട്ട് വരുന്ന വഴിയിൽ അവളുടെ ഹിസ്റ്ററി ഏകദേശമൊക്കെ ഞാൻ ചോദിച്ചു മനസ്സിലാക്കി. അമ്മ ഒരു അസുഖക്കാരിയാ. അച്ഛൻ മരിച്ചുപോയി. കൂടെയുള്ളത് രണ്ടാനച്ഛനാ. അയാൾ ആളൊരു ഡ്രങ്കാടാ. അതുമാത്രമല്ല, ഈ കുട്ടി അധ്വാനിച്ചുണ്ടാക്കുന്ന പൈസ പോലും അയാൾ പിടിച്ചു പറിച്ചു കൊണ്ടുപോകും. ഈ പാവത്തിനെ വല്ലാതെ ഉപദ്രവിക്കുകയും ചെയ്യും. 4ാം ക്ലാസ് വെച്ച് പഠിത്തം നിർത്തിയതാ ഭാമ. തുടർന്ന് പഠിക്കണമെന്നൊക്കെ അവൾക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ അതിനുള്ള ഗതിയില്ല. അതൊക്കെ എന്തിനപ്പ ഇവിടെ പറയുന്നത്? ഞാൻ പറഞ്ഞില്ലേ വി പി, കാര്യമുണ്ട്. നിയമപരമായി ദത്തെടുത്തില്ലെങ്കിലും വി പിക്ക് കുട്ടിയുടെ സ്പോൺസർ ആയിക്കൂടെ? വി പിക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇവളുടെ അമ്മയോട് ഞാൻ സംസാരിക്കാം. ഇല്ല, ബി പിക്ക് താല്പര്യമില്ല. ബി പിക്ക് മാത്രമല്ല, എനിക്കും. അപ്പുദേ, നീ ഇതുവരെ ചെയ്തത് നല്ല കാര്യം തന്നെയാ. ഇനി ആ കുട്ടിയെ വീട്ടിൽ കൊണ്ടുവിട്. വേണമെങ്കിൽ അവളുടെ കയ്യിൽ കുറച്ച് കാശുകൂടെ കൊടുക്കും. അതിനപ്പുറം ഒരു ഉത്തരവാദിത്വം എടുക്കാൻ നീ ആരെയും നിർബന്ധിക്കണ്ട. അത് നടക്കില്ല. ഇനിയിപ്പോ വി പി സമ്മതിച്ചാൽ പോലും എനിക്കത് സമ്മതമല്ല. കേട്ടല്ലോ? അമ്മയുടെ എതിർപ്പൊന്നും വി പി കാര്യമാക്കണ്ട. വി പിക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഇപ്പോഴും മനസ്സിൽ ബാക്കിയുണ്ടെങ്കിൽ പറ. അമ്മയെ കൊണ്ട് സമ്മതിപ്പിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. വി പി എന്തൊന്നും മിണ്ടാത്തെ? പറ. വി പി ഒന്ന് ആലോചിച്ച് നോക്ക്. ഒരു കുട്ടിയുടെ ജീവിതമെങ്കിലും നമ്മൾ കാരണം ശോഭനമാക്കാൻ പറ്റിയ അതൊരു നല്ല കാര്യമല്ലേ വി പി? ആ കുട്ടി ആഹാരം കഴിച്ചു കഴിഞ്ഞെങ്കിൽ പറയും. ഞാനും കൂടി വരാം നിങ്ങളുടെ കൂടെ. എന്റെ ഈശ്വര, നേരെ ഒരുപാട് വൈകിയല്ലോ. എന്റെ കുഞ്ഞിനിതെന്ത് പറ്റി? വാ. എവിടായിരുന്നു മോളെ? എന്താ വൈകിയത്? എന്തേലും പറ്റിയോ നിനക്ക്? ആരാ ഇവരൊക്കെ? ഞാൻ അപ്പു. ഇത് എൻ്റെ അച്ഛൻ. എന്താ ചേച്ചിയുടെ പേര്? തുളസി. ഭാമ കാര്യങ്ങളൊക്കെ പറഞ്ഞു. വൈകിട്ട് സുധാകരൻ എന്നൊരാള് ഇവളെ ഉപദ്രവിക്കുന്ന കണ്ടു. അത് കണ്ടിട്ടാ ഞാൻ ഇവളെ എൻ്റെ വീട്ടിലോട്ട് കൊണ്ടുപോയത്. അമ്മേ, ഈ ഉടുപ്പൊക്കെ ചേട്ടൻ വാങ്ങിച്ചു തന്നതാ. എനിക്ക് വയറേറെ കഴിക്കാനും തന്നു. വലിയ ഉപകാരം സാറുമാരെ. ഇവളെ കാണാഞ്ഞിട്ട് ഞാൻ ആകെ വിഷമിച്ചിരിക്കുകയായിരുന്നു. നിങ്ങൾ അമ്മയ്ക്കും മോൾക്കും അയാളെ കൊണ്ട് ഉപദ്രവേ ഉള്ളുവെങ്കിൽ എന്തിനാ ഇങ്ങനെ അയാളെ സഹായിക്കുന്നത്? നിയമപരമായിട്ട് കല്യാണം കഴിച്ചിട്ടൊന്നുമില്ലല്ലോ. മേലിൽ നിങ്ങളുടെ കാര്യത്തിൽ ഇടപെടരുത് എന്ന് പറഞ്ഞൂടെ?